السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഖുർആനിൻ്റെ നാലിലൊന്നാണെന്നും എന്നല്ല ചില ഹദീസുകളിൽ ഖുർആനിൻ്റെ പകുതിയോട് തുല്യമാണെന്നും വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തു സൽസല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ മദനിയ സൂറത്താണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ മദനിയാണെന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ മക്കിയാണെന്നും ഈ സൂറത്തിനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി ഈ സൂറത്തും മുമ്പുള്ള സൂറത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സൂറത്തുൽ ബയ്യിനയിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നതായി കാണാം, സൂറത്തുൽ ബയ്യിനയിൽ ജസാഉഹും ഇൻദ റബ്ബിഹിം, മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എപ്പോഴാണതുണ്ടാവുക എന്ന സംശയം ഉണ്ടാവും. അതിനുള്ള ഉത്തരമാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പരാമർശിച്ച് തുടങ്ങുന്നത്. ഈ ഒരു സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലുബാബുൻ നുഖൂൽ ഫി അസ്ബാബി തൻസീൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, സൂറത്തുൽ ഇൻസാനിൽ വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, മുഅ്മിനീങ്ങളെ വിശേഷണമായി പറഞ്ഞത് മുഅ്മിനീങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ വിതരണം ചെയ്യുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ചില മുഅ്മിനീങ്ങൾ വലിയ വലിയ നന്മകൾക്ക് മാത്രമാണ് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നും ചെറിയ നന്മകൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല, അതുപോലെ തന്നെ വലിയ തെറ്റുകൾക്ക് മാത്രമാണ് ശിക്ഷ ലഭിക്കുകയുള്ളൂ, ചെറുതിനൊന്നും ശിക്ഷ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്തപ്പോഴാണ് ഈ സൂറത്തിലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ് എന്ന ഈ രണ്ട് വാക്യം അവതരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് വാക്യത്തോടൊപ്പം ഇദാ സുൽസിലത്ത് മുതൽ ഇതുവരെയുള്ള ആയത്തുകളെ ഇതിനോട് ചേർത്ത് അവതരിപ്പിച്ചപ്പോൾ ഫമൻ യഅമൽ എന്നതിൻ്റെ ആ ഒരു ഗൗരവം നമ്മെ കൂടുതൽ ദൃഢമാക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഒരു സൂറത്തിൻ്റെ നാമത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമിയുടെ സൽസലത്താണ് ഈ സൂറത്ത് പരാമർശിച്ച് തുടങ്ങുന്നത് എന്നതുകൊണ്ട് അസ്സൽസലത്ത് എന്ന പദം കൊണ്ടുവന്നു. എന്നതിനപ്പുറം ഈ സൂറത്തിൻ്റെ മൊത്തം ആശയത്തിൻ്റെ മർമ്മം സൂചിപ്പിക്കുന്നത് അസ്സൽസലത്ത് എന്നതാണ്. അതായത് ഈ സൂറത്ത് മൊത്തമായി പറയുന്നത് ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്നും മനുഷ്യരെല്ലാം പേടിച്ചു വിറയ്ക്കുമെന്നും പിന്നീട് ചെറിയ ഷർറിന് പോലും പ്രതിഫലം ലഭിക്കേണ്ടി വരുമെന്നും പറഞ്ഞു വെക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ആശയങ്ങളാണ് ഈ സൂറത്ത് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന എന്ന ആശയം നൽകുന്ന അസ്സൽസലത്ത് എന്ന പദം ഈ സൂറത്തിന്റെ മൊത്തം ആശയത്തിന്റെ മർമ്മമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽസിലത്തിൽ അർദ് എന്ന് മാത്രമോ അതല്ലെങ്കിൽ ഭൂമിയെ പിടിച്ചു കുലുക്കപ്പെടുമെന്ന അർത്ഥത്തിൽ കൊണ്ടുവരാതെ അവിടെ തഹഖുഖിന് വേണ്ടിയുള്ള ഇതേ കൊണ്ടുവന്നപ്പോൾ തീർച്ചയായും ഇത് സംഭവിക്കുമെന്നും അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം, സൂക്ഷിക്കണമെന്ന വലിയ ഒരു സൂചന ഇതിലുണ്ട് എന്ന് നദ്മുദ്ദുറർ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അവസാനമായി ഈ ഒരു സൂറത്ത് നൽകുന്ന പാഠം ചെറിയ കാര്യങ്ങളെയൊന്നും നാം നിസ്സാരമാക്കാൻ പാടില്ല എന്നതാണ്. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം. മഹാനവറുകൾ ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് ഒരു ഈച്ച വന്ന് അവിടുത്തെ കലമിലെ മഷി കുടിച്ചപ്പോൾ മഹാനവറുകൾ അതിനെ തടയാതെ അതിനോട് റഹ്മത്ത് കാണിച്ചതിൻ്റെ പേരിൽ ആഖിറത്തിലും വലിയ മുതൽക്കൂട്ടായി എന്ന് ചില ശൈഖുമാരിൽ നിന്ന് മഹാനായ മുനാവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം.
ഇതാണ് ഈ നിസാരമായ കാര്യങ്ങളെ, ചെറിയ കാര്യങ്ങളെ നിങ്ങൾ നിസാരമാക്കരുത് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈആ എന്നതുപോലെയാണ് ഈ സൂറത്തും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.